സത്യസന്ധരായ സത്യവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ് എത്രയുണ്ട് എന്നറിയാൻ അല്ലാഹു പരീക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധം, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് കൈയുയർത്തി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഇതൊരു ചെറിയ സംഘമാണ്, 313 ആളുകൾ, 1000-ലേറെ വരുന്ന ശത്രുക്കളോട് പടപൊരുതാൻ വന്ന ബദർ. ഫിസായേ ബദർ പൈദാ കർ ഫരിശ്തേ തെരീ നുസ്രത് കോ ഉതർ സക്തേ ഹൈ ഗർദൂൻ സേ ഖതാർ അന്ദർ ഖതാർ റബ്ബി. സത്യവിശ്വാസികൾക്ക് അഭയം നൽകാൻ അല്ലാഹു മാലാഖമാരെ അയച്ചു കൊടുക്കുകയും 5000-ഓളം തലപ്പാവ് ധരിച്ച മാലാഖമാർ ബദറിൽ ഇറങ്ങി എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയും ചെയ്ത ബദർ യുദ്ധം നടക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, മാ അശദ്ദു മാ ലഖീത മിൻ ഖൗമിക യാ റസൂലല്ലാഹ്. തിരുനബിയെ, അങ്ങേക്ക് ഇതിനോളം പ്രയാസമുള്ള ഒരു പരീക്ഷണം അങ്ങയുടെ അനുയായികളിൽ നിന്ന്, അങ്ങയുടെ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങയുടെ നാട്ടുകാര്, അങ്ങയുടെ കുടുംബക്കാര്, ഖുറൈശികളായ ആളുകളിൽ നിന്ന് നബിയെ ബദർ യുദ്ധമെന്ന മഹാത്യാഗത്തെക്കാളും വലിയൊരു ദുരനുഭവം, ഇതിനേക്കാളും വലിയൊരു പരീക്ഷണം അങ്ങേക്കുണ്ടായിട്ടുണ്ടോ നബിയെ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച നേരം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, ലഖദ് ലഖീതു മിൻ ഖൗമികി മാ ലഖീത് വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ إذا عرضت نفسي على ابن عبد ياليل بن عبد كلال في الطائف. ആയിഷ ബീവി, ഇതിനേക്കാളുമൊക്കെ കടുത്തൊരു പരീക്ഷണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ത്വായിഫുകാർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാനും അവിടെ അഭയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ ചെന്ന ഒരു നേരം ഇബ്നു അബ്ദ് യാലീൽ ഇബ്നു അബ്ദ് കുലാൽ, എൻ്റെ ഉമ്മയുടെ ബന്ധുക്കളാണ് അവരെന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ത്വായിഫിലേക്ക് ചൊല്ലുകയും അവരെന്നെ കല്ലെടുത്ത് ഓടിക്കുകയും ചെയ്ത് ഖർനുസ്സആലിബിലെത്തുന്നവരെ, അത് മിനയുടെ ഭാഗമാണ്, ഖർനുസ്സആലിബിലെത്തുന്നവരെ എനിക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല ആയിഷ. ചോര ചിതറിയ കാലുമായി ത്വായിഫിൽ നിന്ന് കിലോമീറ്ററുകളോളം ഞാൻ ഓടി അണഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് നിന്റെ ആളുകളിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, മിൻ ഖൗമികി, നിങ്ങളുടെ ആളുകളിൽ നിന്ന്, മക്കക്കാരിൽ നിന്ന് ഞാൻ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണം അതായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിന്റെ കുന്നിറങ്ങി വരുമ്പോൾ അല്ലാഹുവിനോട് ദുആ ഇറക്കുകയാണ്, അല്ലാഹുവേ 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 യാ റബ്ബൽ മുസ്തദ്അഫീൻ. ആശ്രയം ചോദിക്കാനും അഭയം തേടാനും നിരാലംബർക്ക് കൂടെ നിൽക്കുന്നവനെ അല്ലാഹുവേ, അല്ലാഹുമ്മ ഇലൈക അശ്കൂ ബസ്സി വഹുസ്നി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. അല്ലാഹുവേ, ഞാൻ ഇത്ര നിസ്സാരക്കാരനായി പോയല്ലോ. അല്ലാഹുവേ, ആളുകൾ എന്നെ കല്ലെടുത്ത് ഓടിക്കുകയാണല്ലോ. പടച്ച തമ്പുരാനെ, എനിക്കൊരു കുതന്ത്രവും അറിയില്ലല്ലോ റബ്ബേ. ഇവരുടെ ഏറെ സഹിച്ചുകൊണ്ട് ഞാൻ ഓടുകയാണ്. കാരുണ്യവാനേ, ഇലാ മൻ തകിലുനി, നീ ആരെയാണ് റബ്ബേ എന്റെ കാര്യം ഏൽപ്പിക്കുന്നത്? ഇലാ മൻ യതജഹമുനി അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എന്റെ ശത്രുക്കളെയാണോ റബ്ബേ നീ എന്റെ കാര്യം ഏൽപ്പിക്കുന്നത്? എന്നോട് ഒരു കനിവും കാരുണ്യവും കാണിക്കാത്തവരെയാണോ എന്റെ മേൽ അധികാരപ്പെടുത്തിയിരിക്കുന്നത്? അല്ലാഹുവേ, ലകൽ ഉത്ബാ ഹത്താ തർലാ, നീ എന്നോട് പൊരുത്തപ്പെടുന്നത് വരെ നിനക്ക് സ്തുതി മാത്രം റബ്ബേ, സ്തുതി മാത്രം. നിന്നോട് എനിക്ക് പരാതിയില്ല. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, കാരുണ്യവാനെ, നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്ക് നിന്നോട് നിന്റെ ഏത് പരീക്ഷണവും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എല്ലാ വേദനയും സഹിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, യുബ്തല റജുലു അലാ ഖദ്രി ഈമാനിഹി, ഒരു മനുഷ്യന്റെ വിശ്വാസത്തിനനുസരിച്ച് അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു നമ്മെ അവിടത്തേക്ക് എത്തിച്ചു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവര്, സഹായിക്കാൻ പോകുന്നവര്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യുബ്തല റജുലു അലാ ഖദ്രി ഈമാനിഹി, ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഒരാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ കാന ഫീ ഈമാനിഹി ഖുവ്വത്തുൻ സീദ ഫീ ബലാഇഹി, ഈമാൻ കടുകടുത്ത വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഹത്താ യളല്ലൽ ബലാഉ ബിൽ മുഅ്മിൻ ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ, മക്കളിൽ പരീക്ഷണം, ശരീരത്തിൽ പരീക്ഷണം, അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും, ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാന്മാർ. യുബ്തല റജുലു അലാ ഖദ്രി ഈമാനിഹി, ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. എന്നിട്ടോ ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ, ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു, ഒരുപാട് കടബാധ്യത, മക്കളെ കൊണ്ട് വിഷമം, വീടില്ല പ്രയാസമാണ്, അസുഖമാണ്, കടബാധ്യതയാണ്, മനസ്സമാധാനമില്ല. ആളാണെങ്കിലോ അള്ളാഹുവിനോട് 5 നേരവും പ്രാർത്ഥിക്കുന്നവര്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവര്, എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല. അബ്ശിർ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ, അത് അള്ളാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല. ഫയംശി അലൽ അർളി വമാ അലൈഹി ഖതീഅ, ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പരീക്ഷണങ്ങള്, നിരന്തരമായ പരീക്ഷണങ്ങള്, മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള്, ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല. ആ പ്രയാസങ്ങൾക്ക് പകരമായി അല്ലാഹു അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ, പ്രവാചകന്മാരാണ് നിങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ചത്, ഞാനോ നിങ്ങളോ അല്ല. അമ്പിയാക്കന്മാർ അനുഭവിച്ചതുപോലെ ഒരു പരീക്ഷണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, വനബിയുനാ വഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തെടുക്കാൻ നോക്കിയാൽ മുഅ്മിനെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലാതെ. എന്തുകൊണ്ടെന്നറിയുമോ? ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസൽ, ഏറ്റവും നന്നായി ജീവിക്കുന്നവരെ, സജ്ജനങ്ങളായ ആളുകൾ, അവരെ അല്ലാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അല്ലാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. നമ്മുടെ വിഷയം അതാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഈ ഉമ്മത്തിന്റെ ദഅവത്ത് നിർവഹിക്കുന്ന ആളുകൾ, അവരൊക്കെയും പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികളെല്ലാം അല്ലാഹുവിന് വേണ്ടി തരണം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ആ പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അല്ലാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവിനതറിയാം. അബുൽ അറബി തമീമി അദ്ദേഹത്തിന്റെ കിതാബുൽ മിഹൻ ഒരു സംഭവം ഉദ്ധരിക്കുന്നു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ താബിഈങ്ങളിൽ കഴിഞ്ഞുപോയ മഹാൻ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, അന്നത്തെ അബ്ബാസി ഭരണാധികാരി ഖലീഫ അൽ മഹ്ദിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഖലീഫത്തുൽ മഹ്ദിയോട് അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ,
മുസ്ലിം ഭരണാധികാരികളെ അമീറുൽ മുഅ്മിനീൻ എന്നാണ് വിളിക്കുക. അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി ഭരണാധികാരിയായ അബ്ബാസിയായ ഖുറൈശിയായ അൽ മഹ്ദിയോട് സലാം പറഞ്ഞു. അയാൾ സലാം അടക്കുന്നില്ല. വീണ്ടും സലാം പറഞ്ഞു. സലാം അടക്കുന്നില്ല. മൂന്നാമത്തെ തവണ ശരീഖ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി തങ്ങൾ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ സല്ലംതു അലൈക തലാതൻ ഫലം തറുദ്ദ സലാമി. 3 തവണ ഒരു മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് സലാം അടക്കാതിരിക്കുകയോ? അദ്ദേഹം പറഞ്ഞു, ശരീഖ് ഇബ്നു അബ്ദുല്ലാഹ്, നിങ്ങൾ ഇവിടുന്ന് അനങ്ങരുത്. ഞാൻ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ജല്ലാദുമാരെ, തലവെട്ടുന്ന ആളുകളെ, സഫാക്കുകളായ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ ചോദിച്ചു, എന്തിനാ എന്നെ കൊല്ലുന്നത്? പറഞ്ഞു, ശരീഖേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അന്നക തതഉ ബിസാതി വഅൻത അന്നി മുഅരിദു. എന്റെ മുഖത്തേക്ക് നോക്കാതെ എന്റെ കൊട്ടാരത്തിലെ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്റെ കൊട്ടാരത്തിന്റെ ഈ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നു, എന്റെ മുഖത്ത് നോക്കാതെ. സ്വപ്നവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ പൊരുൾ? അവര് പറഞ്ഞു, ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമല്ല, മനസ്സുകൊണ്ട് ശത്രുക്കളോടൊപ്പമാണ്. ഇയാളുടെ മുഖത്തെ പുഞ്ചിരി വെറുതെ കാണിക്കുകയാണ്. നിങ്ങളുടെ ആളല്ല, നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും, നിങ്ങളോട് സലാം പറയും, പക്ഷെ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ആളും മറുപടി തന്നത്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അപ്പോഴാണ് മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്നത്. ഒരു മരണമുഖത്ത് പുഞ്ചിരിക്കാൻ കഴിയാ. സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിച്ചു. തബസ്സം, എന്നെ കൊല്ലാൻ പോവാണല്ലേ. യാ അമീറൽ മുഅ്മിനീൻ വല്ലാഹി മാ റുയാക റുയാ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്താ കഥ? ഒരു മുസ്ലിമായ മനുഷ്യനെ വെറുതെ കൊല്ലേ. അന്നത്തെ ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. പറഞ്ഞതാണ്, കൊല്ലാന്ന് പറഞ്ഞാൽ കൊല്ലും. അവിടെ ചോദിക്കാൻ, അപ്പീൽ പോകാൻ ആളില്ല. ഒരു മഹാപണ്ഡിതൻ വലിയൊരു പരീക്ഷണത്തിന് വിധേയമാവുക. പക്ഷെ അദ്ദേഹം അവിടെ പേടിച്ചില്ല. എന്താ അമീറുൽ മുഅ്മിനീൻ കേൾക്കുന്നത്? അതഖ്തുലുനി ബിറുയാ റഅയ്തഹു. നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ? നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ ഇബ്രാഹിം, അത് ഇബ്രാഹിം നബി കണ്ട സ്വപ്നം പോലത്തെ സ്വപ്നമാണോ നിങ്ങളുടെ സ്വപ്നം? അത് മാത്രല്ല, നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന ആള് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം അറിയുന്ന ആളാണോ നിങ്ങളോട് പറയുന്നത്? ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കൊല്ലുകയോ എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റളിയല്ലാഹു അൻഹു. ഇതൊന്നും അവിടെ ചോദിക്കൂല ആരും. ഈ മഹാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്നെ കൊല്ലാൻ കാരണമാകുന്നത്? സ്വപ്നം കണ്ടിട്ട് മനുഷ്യനെ കൊല്ലുകയോ? അങ്ങനെ എങ്ങാനും നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ അമീറുൽ മുഅ്മിനീനെ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊലയാളിയായിട്ടാണ് അല്ലാഹു നിങ്ങളെ ഹാജരാക്കുന്നത്. ഓർമ്മ വേണം. ഒരു ആലിമിനുണ്ടായ അനുഭവമാണിത്. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി അവിടെ വിറച്ചുപോയില്ല. രാജാവേ, നിങ്ങൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങള്, അതിന് നിങ്ങളുടെ ശിങ്കിടിമാരാരെങ്കിലും വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനം വെച്ച് വിധി പറയുകയും ചെയ്യുകയോ? നിങ്ങളാരാ? ഇബ്രാഹിം നബിയോ യൂസുഫ് നബിയെ പോലെ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഒരു സ്വപ്നത്തിന്റെ വില വെച്ച് മുഅ്മിനായ മനുഷ്യന്റെ ചോര ചിന്തുകയോ? നബി തങ്ങൾ പറയുമായിരുന്നു, അഫ്ളലുൽ ജിഹാദ്
ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മസമരം കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്നിട്ട് പച്ചയായ സത്യം തുറന്നു പറയൽ, അതാണത്രേ ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതൻ അവരുടെ ധർമ്മം ഏറ്റെടുത്തു, പണ്ഡിതന്മാരാ ധർമ്മം നിർവഹിച്ചു. മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദിയോട് മഹ്ദി എന്ന് പറയുന്ന ഈ ഭരണാധികാരി എണീറ്റു പോകാൻ വേണ്ടി പറഞ്ഞു. മഹാനവറുകൾ അവിടെ നിന്ന് എഴുന്നേറ്റോടി. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന പോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടത്രേ, അഫറഅയ്തും അഅജബ മിൻ ഹാദർ റജുൽ, ഈ രാജാവിനോളം വിചിത്രനായ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? യുരീദു അൻ യഖ്തുല ഇംറഅൻ മുഅ്മിനൻ ബിറുഅയാ റആഹാ, കണ്ട ഒരു സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് മുഅ്മിനായ ഒരു മനുഷ്യനെ കൊല്ലാൻ പോവുകയാണത്രേ. ഇതും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ ആ രാജാവിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹു. ഇവരെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുഹദ്ദിസാണ്, ഹദീസിന്റെ റാവിയാണ് ശരീഖ് എന്നവരെ, ഹദീസിന്റെ റിപ്പോർട്ടറാണ്. ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ മഹാനായ അഅ്മശ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന മുഹദ്ദിസാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റളിയല്ലാഹു അൻഹു. ഈ ചരിത്രം നമ്മെ മറ്റൊരു ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ മഹാന്റെ ചരിത്രം പറയുമ്പോ തർജുമയുടെ അലിമീങ്ങൾ, തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി, ട്രാൻസ്ലേഷൻ അർത്ഥമുണ്ട്, പക്ഷേ ബയോഗ്രഫി എന്നാണ് നമ്മുടെ കിതാബ് ഉപയോഗിക്കുന്ന ശൈലി. അതാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ജീവചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഖലീഫ മഹദിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖലീഫ മഹദിയുടെ മുമ്പിലേക്ക് ഈ ശരീഖ് എന്നവരെ ഒരാളെ പിടിച്ചുകൊണ്ടുപോകുന്നു. അയാൾ പറഞ്ഞു, ശരീഖെ അനങ്ങരുത് കേട്ടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കൊണ്ടുപോകുന്ന ആൾ ഒരു ചാരൻ, ഈ കൊണ്ടുപോകുന്ന ആള് പണ്ഡിതന്മാരായ ആളുകളെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്ന ആള്. മഹാനായ ശരീഖ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തിയിട്ട് പറഞ്ഞു ഖലീഫത്തുൽ മഹദിയോട്, അബ്ബാസിയായ ഭരണാധികാരിയോട്, അബൂ ഉമയ്യ എന്നാണ് ഈ മനുഷ്യന്റെ പേര്. ആ അബൂ ഉമയ്യ പറഞ്ഞു, രാജാവേ രാജാവേ, حدثني شريك عن الأعمش عن سالم عن ثوبان عن رسول الله صلى الله عليه وسلم. മുത്തുനബിയുടെ ഒരു ഹദീസ് ഈ ശരീഖ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരീഖ് ഉദ്ധരിക്കുന്നു അഅ്മശിൽ നിന്ന്, അഅ്മശ് എന്നവരെ സാലിം എന്നവരിൽ നിന്ന്, സാലിം എന്നവരെ തൗബാൻ എന്ന സ്വഹാബിയിൽ നിന്ന്. എന്താ നബി പറയുന്ന ഹദീസ് എന്നറിയുമോ? ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും, استقيموا لقريش ما استقاموا لكم فإذا زاغوا عن الحق فضعوا سيوفكم على عواتقكم ثم أبيدوا خضراءهم. ഈ ഹദീസ് ഒരു രാജാവിന്റെ മുമ്പിൽ പറയുന്നത് ഒരൽപ്പം അപകടകരമാണ്. എന്താ ഹദീസിന്റെ സാരെന്നറിയോ? ഭരണാധികാരി ഖുറൈശിയ. നബി തങ്ങൾ പറയുന്ന ഹദീസ് ഇതാണ്, ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും. ഖുറൈശികളായ ഭരണാധികാരികൾ അവര് നേരെ ചൊവ്വ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നല്ല നിലയ്ക്ക് ജീവിച്ചേക്കണം. ഫഇദാ സാവൂ, ഖുറൈശികളായ ഭരണാധികാരികളെങ്ങാനും വഴിതെറ്റുകയാണെങ്കിൽ അവരുടെ കഴുത്തിൽ നിങ്ങൾ വാൾ വെക്കണം. ആ ഭരണാധികാരികളിൽ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറയുന്ന ഹദീസ് ഈ ശരീഖിലേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറയുന്ന ഉദ്ദേശം എന്നറിയോ? ഈ രാജാവ് ഖുറൈശികളെ നേരെ പോവുകയാണെങ്കിൽ നല്ല നിലക്ക് നിന്നാ മതി. ഈ രാജാവാണെങ്കിലോ ഒരൽപ്പം വഴിപിഴച്ച ജീവിതമുള്ള ആളാണ്. ഇവരെങ്ങാനും പിഴച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ തലയെടുത്തേക്കണം എന്ന് നബി തങ്ങൾ പറയുന്നു എന്നായി പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ആ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, പരിഭാഷ വായിച്ചിട്ടുണ്ട് പറയാ. ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ. ഒരു ഭരണാധികാരിക്കെതിരെയും ഡയറക്റ്റ് വാളോങ്ങി യുദ്ധം ചെയ്ത് ഭരണാധികാരിയെ താഴെ ഇറക്കാൻ നിബിധങ്ങൾ സമ്മതം തന്നിട്ടില്ലെന്നാണ്. എപ്പോഴാ സമ്മതം എന്നറിയോ? ഒരൊറ്റ ഘട്ടമേ ഉള്ളൂ. അവരെങ്ങാനും മുസ്ലിമായ ഒരു ഭരണാധികാരി, ഒരു ഇസ്ലാമിക രാജ്യം, ആ ഭരണാധികാരി വ്യക്തമായ ഇസ്ലാം വിരുദ്ധ
കുഫറോ മതനിഷേധമോ യുക്തിവാദമോ ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് തെളിവുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് വരെ ഒരു ഭരണാധികാരിയോടും നിങ്ങൾ തർക്കിക്കാൻ പോകരുത്. ഭരണാധികാരികളെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ നബി തങ്ങളുടെ ഹദീസിനെ ചേർത്ത് വായിക്കാതെ ഇവര് വഴിപറ്റുകയാണെങ്കിൽ വാളെടുത്ത് വെട്ടിയേക്കണം എന്ന് ശരീക്കനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് മഹാനായ ശരീക്ക് എന്നവരെ കുറ്റപ്പെടുത്താൻ ഖലീഫയോട് ഈ മനുഷ്യൻ വിളിച്ചു പറയാൻ അബൂ ഉമയ്യ. രാജാവ് ചോദിച്ചു, ശരീക്കേ ഇത് ശരിയാണോ? രാജാവ് വെറുതെ പറയാം പറഞ്ഞ അതിന്റെ ഉദ്ദേശം അതല്ല എന്നർത്ഥത്തിൽ. അപ്പൊ ഇയാൾക്ക് പണി കിട്ടി. കാരണം ഇയാൾ കേട്ട ഒരു ഹദീസാണിത്. ശരീക്ക് എന്നവർ അതിന്റെ ആശയം അതല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ആള് പറഞ്ഞു, രാജാവേ ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ ഹദീസ് ശരീക്കിൽ നിന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല എങ്കിൽ, ഞാൻ ആ പറഞ്ഞ നുണയാണെങ്കിൽ, അലയ്യ അന്ന ഹുജ്ജ ബൈത്തല്ലാഹി മാഷിയൻ, ഇവിടെ നിന്ന് ഷാമിൽ നിന്ന് നടന്ന് ഞാൻ മക്കത്തേക്ക് ഹജ്ജ് പോകും. അള്ളാഹ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ റെഡിയാണ്. പിന്നെ എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും അള്ളാഹുവിന്റെ വഴിക്ക് ഞാൻ സ്വതക്ക ചെയ്യും. ഞാനത് കേട്ടു എന്നത് ഉറപ്പാണ്. ഇല്ലേ ഞാനത് കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ നിന്ന് കാലുകൊണ്ട് നടന്ന് മക്ക വരെ ഹജ്ജിന് പോകും. പിന്നെ എന്റെ എല്ലാ സമ്പത്തും അള്ളാഹുവിന്റെ വഴിക്ക് ഞാൻ കൊടുക്കും. ശരീക്കേ എന്താണ് ഈ കേൾക്കുന്നത്? ശരീക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രാജാവേ ഞാനത് പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ അയാളുടെ ദേഹം അയാൾക്ക് മീതെ എന്തൊക്കെയാണോ ഏറ്റെടുത്തത് അതൊക്കെ ഞാനും ഏറ്റെടുത്തു. രാജാവ് വിചാരിച്ചു ഇയാളുടെ ദേഹം മാ അലൈഹി അലയ്യ മാ അലൈഹി, അറബിയിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അയാൾക്കുള്ളത് ഞാനും ഏറ്റെടുത്തു. അയാളുടെ ദേഹത്തുള്ളത് എന്ന് അതിന്റെ വ്യംഗ്യമായ അർത്ഥം. മാ അലൈഹി, അയാൾക്ക് മീതയുള്ളത് ഞാനും ഏറ്റെടുത്തു. അയാൾ എന്താ പറയണത് അതന്നെ ഞാൻ ഏറ്റെടുക്കുന്ന ധ്വനി. രാജാവ് വിചാരിച്ചു, ഓ വലിയ പണ്ഡിതനല്ലേ ഈ പറയണത്. ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളും കാലുകൊണ്ട് നടന്ന് ഹജ്ജിന് പോകും, ഇയാളും ശരീക്ക് എന്നവരും സ്വന്തം സമ്പത്ത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഈ പറയുന്നത് എന്നാ രാജാവ് വിചാരിക്കുന്നത്. പക്ഷെ അബൂ ഉമയ്യക്ക് പിടുത്തം കിട്ടി. ശരീക്ക് എന്ന അയാളുടെ ദേഹത്തുള്ള വസ്ത്രം അത് ഞാൻ അള്ളാന്റെ വഴിക്ക് ഞാൻ കൊടുത്തേക്കാം, അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത്. അയാളുടെ ദേഹത്തുള്ള വസ്ത്രം എന്ന് മാത്രം ഉദ്ദേശിച്ചത്, ഹജ്ജിന് നടന്നു പോകുന്നതോട് ഉദ്ദേശിച്ചില്ല. ഇയാളെ പറഞ്ഞു, രാജാവേ ഇയാളെ പറഞ്ഞത് എന്നെ പോലെ ഹജ്ജിന് പോണെന്നല്ല ഈ പറയുന്നത്. അയാള് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ, തെളിയുകയാണെങ്കിൽ ഞാനിട്ട വസ്ത്രം പോലത്തെ വസ്ത്രം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തേക്കാം, അതാണ് പറയുന്നത് കേട്ടോ. രാജാവ് ശരീക്കേ നിങ്ങൾ സത്യം ചെയ്തു പറയണം, ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയാകുന്നുണ്ട്. അതിൽ പല സത്യങ്ങളും ആലിമീങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ, ഒരു രാജ്യത്തിന്റെ നിയമം എന്തോ ആകട്ടെ അല്ലേ, കല്യാണം കഴിഞ്ഞവന്റെ ഭാര്യന്റെ കൂടെ വേറൊരുത്തൻ കിടന്നുറങ്ങി അവര് വ്യഭിചരിച്ചാൽ അത് കുറ്റമല്ല എന്ന് നമ്മുടെ ഭരണഘടനയോ സുപ്രീം കോടതിയോ അങ്ങനെ വിധിക്കുകയാണ്, വിധി പറഞ്ഞു, ശരിയാണ്. അത് വെച്ച് നമുക്കത് ഹലാലാവും. ശറഇൽ ഹറാം ഹറാമുകളല്ലേ, എറിഞ്ഞു കൊല്ലപ്പെടേണ്ട കുറ്റമാണത്, അത്രയും ഗുരുതരമായ കുറ്റമാണത്. ശറഇന്റെ നിയമങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ അത് ആലിമീങ്ങൾക്ക് വിളിച്ചു പറയണം. പണ്ഡിതന്മാരത് പറയും, അത് പറയും. ഒരുപക്ഷെ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് വരും. അതൊന്നും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പ്രശ്നമല്ല. കാലാകാലങ്ങളിൽ ഈ ഉമ്മത്തിന്റെ പൈതൃകത്തിൽ മഹാപണ്ഡിതന്മാർ ചെയ്തു വന്ന ത്യാഗം ഇതാണ്. അവർ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. നമ്മൾ പരീക്ഷണത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്തുള്ളത്. അള്ളാഹു ഈ ഉമ്മത്തിനെ ഒരുമയിലും ഐക്യത്തിലും സ്നേഹത്തിലും അള്ളാഹു ആക്കി തരട്ടെ. വലിയ പരീക്ഷണം നമ്മുടെ ഭാരതത്തിലാവട്ടെ ലോകാടിസ്ഥാനത്തിലാവട്ടെ ഈ ഉമ്മത്തിന്റെ പ്രവാചകൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിതങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞ ആ ഒരു ഫിത്നകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഉകൽ ഹസ്വീരി ഊദൻ ഊദാ. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാൻ പോകുന്നു. ഊദൻ ഊദൻ, സ്ക്വയറുകളായിട്ട് എന്നതിനർത്ഥമുണ്ട്. ടിവിയോ LCD സ്ക്രീനോ ഒക്കെ നമ്മളൊന്ന് സങ്കല്പിക്കാം. لا يدع بيت مدر ولا وبر بيت عرب ولا عجم إلا دخله. അറബികളുടേതും അറബികളല്ലാത്തവരുടേതും
പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും എല്ലാവരുടെയും വീടുകളിൽ കയറിക്കൂടുന്ന ഒരു ഫിത്ന എന്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ സംസ്കാരവും നമ്മുടെ നന്മയുമെല്ലാം ഇല്ലായ്മ ചെയ്യുകയും എല്ലാ നന്മകളും നമ്മൾ കളഞ്ഞു കുളിക്കുകയും നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്ന കളിയും സിനിമയും റിയാലിറ്റി ഷോകളും സീരിയലുകളും സംസ്കാരവുമൊക്കെ അത് കണ്ട് വളർന്ന് ഇസ്ലാമിന്റെ നന്മകളും ഇസ്ലാം ഒരു പെണ്ണിന് വെച്ച വേഷവിധാനങ്ങളും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ കാണിക്കേണ്ട അച്ചടക്കവും മനുഷ്യ ജീവിതത്തിൽ കാണിക്കേണ്ട നന്മയും ഇതൊന്നും പരിഗണിക്കാതെ കലയുടെ പേര് പറഞ്ഞ് കാവ്യത്തിന്റെ പേര് പറഞ്ഞ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ഈമാനിനോട് യോജിക്കാത്ത എല്ലാ തിന്മകളും നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ഇങ്ങനത്തെ ഒരു പരീക്ഷണം അല്ലാഹു തആല ഓരോ വീടുകളിലേക്കും കയറിയിറങ്ങാതെ ഓരോ വീടുകളിലും അതിന്റെ സംവിധാനങ്ങളില്ലാതെ പോകുന്ന ഒരു കാലം വരില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, എല്ലാവരും ഫിത്നകളിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മുടെ മദ്രസയിൽ കുട്ടികൾ എന്തൊക്കെയോ നല്ല നന്മകൾ പഠിച്ചു പോകുന്നു, വീട്ടിൽ ചെന്നാൽ കാണുന്നത് മറ്റൊന്നാണ്. സിനിമകളിൽ സീരിയലുകളിൽ കാണുന്നത് മറ്റൊന്നാണ്. ഫിത്നകൾ ഈ ഉമ്മത്തിന് കടന്നു വരും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅയ്യുമാ ഖൽബിൻ മുശ്രിബ, ഏതെല്ലാം ഹൃദയമാണോ ആ തിന്മകളെ വലിച്ചു കുടിക്കുന്നത്, ഉശ്രിബ വലിച്ചു കുടിക്കുന്ന പോലെ. അങ്ങനെയാണ് സിനിമന്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ റിമോട്ടും പിടിച്ചിരിക്കുമ്പോ പെണ്ണുങ്ങളോ ആണുങ്ങളോ കുട്ടികളൊക്കെ ഇരിക്കണത് അല്ലെ, ജ്യൂസ് കുടിക്കണ പോലത്തെ ഇരുത്തമാണ്. സുബ്ഹാനല്ലാഹ്, ഉശ്രിബ ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ആളുകൾ അന്ന് ആ പശുക്കിടാവ്, സ്വർണം കൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെ ആരാധന ചെയ്ത് പൂജ ചെയ്തപ്പോ ഖുർആൻ പറഞ്ഞു ഉശ്രിബു, അവരുടെ ഹൃദയത്തിലേക്ക്, ആമാശയത്തിലേക്കല്ല ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെട്ടു ആ വിഗ്രഹത്തോടുള്ള ആരാധന എന്ന് പറഞ്ഞു. അത്രക്ക് അങ്ങോട്ട് ഇഷ്ടായി പോയി. ഇത് പടച്ചോൻ തന്നെയെന്ന് പറഞ്ഞ അവിടെ വീണവരെ എന്ന പോലെ അയ്യുമാ ഖൽബിൻ ഉശ്രിബ, ഏതെങ്കിലും ഒരു ഹൃദയത്തിന് ആ തിന്മകൾ ഇഷ്ടപ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുകയും റാൻ എന്ന് പറഞ്ഞ പരീക്ഷണം കൊണ്ട് അല്ലാഹു ഹൃദയത്തെ മൂടിക്കളയുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഅരിഫു ഹഖൻ വലാ തുൻകിറു മുൻകറൻ. അങ്ങനെ വരുമ്പോ ഒരു നന്മയെ നന്മയായും ഒരു തിന്മയെ തിന്മയായും കാണാൻ കഴിയാതെ ആളുകൾ അന്ധതയിലായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ ഓരോരോ കർമ്മങ്ങളും അടിസ്ഥാന വിഷയങ്ങളും തച്ചുടക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗതി വളരെ ദുർഘടമാണ്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വാസമുള്ള ഇന്ത്യയിലെ, ഭാരതത്തിലെ, നമ്മുടെ കേരളത്തിലെ ഈ രാജ്യത്തിന്റെ കോടാനുകോടി ആളുകൾ ഈ രാജ്യത്ത് നന്മ വരണം, ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മുസ്ലിമീങ്ങൾ അടക്കമുള്ള ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, മതവിഭാഗങ്ങൾക്ക്, മതമില്ലാത്തവർക്കൊക്കെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ തുടർന്നു വന്ന ആ ഒരു നന്മ നഷ്ടപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ എന്ന് ദുആയിരക്കുകയാണ്. വലിയൊരു പരീക്ഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മുസ്ലിമീങ്ങൾ അവരുടെ സംസ്കാരവും നമ്മുടെ ദീനും ഈ ദീനിന്റെ ആശയങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാതെ, വിശാല മനസ്കതയില്ലാതെ എല്ലാം സങ്കുചിതമായി വീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുവോ എന്ന് നമ്മൾ ഭയപ്പെടുകയാണ്. പക്ഷേ അല്ലാഹു അവന്റെ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ മുശ്രികൂൻ, ബഹുദൈവ ആരാധന ചെയ്യുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. പിന്നെ പറഞ്ഞു അല്ലാഹു വലൗ കരിഹൽ കാഫിറൂൻ, പടച്ചതമ്പുരാൻ തന്നെ ഇല്ല എന്ന് പറയുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇസ്ലാമിനെ നാം പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് നബി പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നന്മ ലോകത്ത് വിളിച്ചു പറഞ്ഞേ പറ്റൂ. ഇസ്ലാമിന്റെ നന്മകൾ ആര് മൂടി വെച്ചാലും അത് അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരും, ആരിഷ്ടപ്പെട്ടില്ലെങ്കിലും. ശരീഖ് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനോട് ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ?
പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യണം. അബൂ ഉമയ്യ പറഞ്ഞ പോലെ അയാളുടെ ദേഹത്തുള്ള പോലെ വസ്ത്രം ഞാൻ കൊടുത്തേക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടുകൂടാ. നിങ്ങളത് പറഞ്ഞോ ഇല്ലേ? സത്യം ചെയ്ത് പറയാമോ? സത്യം ചെയ്ത് പറയാമോ എന്ന് ചോദിച്ചപ്പോ ശരീക്ക് തങ്ങൾ പറഞ്ഞു, ഞാൻ സത്യം ചെയ്യില്ല. വഅന ഹദ്ദസ്തുഹു, ഞാൻ ആ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇസ്തഖീമൂ ലിഖുറൈശിൻ മസ്തഖാമൂ ലക്കും ഫഇൻ സാഹൂ. ഖുറൈശികളെങ്ങാനും നേരായ വഴിയിലല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഫളഉ സുയൂഫകും അലാ അവാതിഖിഹിം, അവരുടെ കഴുത്തുകളിൽ കത്തിവെക്കണം എന്ന് പറയുന്ന, ആ രാജാക്കന്മാരെ നിഷ്കാസനം ചെയ്യണമെന്ന് പറയുന്ന നിബിതങ്ങളുടെ ഹദീസ് പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞു, സത്യം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആരാണ് ശരീക്ക് എന്നവരുടെ ഉസ്താദ് എന്നറിയോ? മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു, പ്രഗത്ഭനായ പണ്ഡിതൻ. അതങ്ങ് പറഞ്ഞപ്പോ ഇയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഒരുപാട് ചീത്ത പറഞ്ഞു ശരീക്ക് എന്നവരെ. പിന്നെ ശരീക്ക് എന്നവരുടെ ഉസ്താദിനെ ചീത്ത പറഞ്ഞു, അഅ്മശ് തങ്ങളെ. അഅ്മശ് തങ്ങളുടെ ചീത്ത പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലൗ അഅലം ഖബ്റ ഹാദ സക്റാനി ലഹറഖ്തുഹു. ഈ കള്ളുകുടിയനായ മനുഷ്യന്റെ ഖബർ എനിക്കറിയുകയാണെങ്കിൽ ഞാനത് കത്തിച്ചു കളഞ്ഞേനെ. അഅ്മശ് എന്നവരെ കുറിച്ച് മആദല്ലാഹ് കള്ളുകുടി എന്ന് പറഞ്ഞു. അത് പറയാൻ അയാളെ പ്രേരിപ്പിച്ച ഒരു വസ്തുത, അഅ്മശ് എന്നവരുടെ ഫിഖ്ഹി കാഴ്ചപ്പാടിൽ ഇറാഖിൽ അവർ ഉണ്ടാക്കിയിരുന്ന മുന്തിരി കൊണ്ടുണ്ടാക്കിയ ഒരു ജ്യൂസ് ഉണ്ട്. അതിനവര് മുസന്നഫ് എന്നാണ് പറയാ. അത് മദ്യമല്ല, അത് ലഹരിയില്ലാത്തൊരു പാനീയായിരുന്നു. അത് ജായിസാണ് എന്ന ഫത്വ കൊടുത്തിട്ടുണ്ട് അഅ്മശ് എന്നവര്. അത് കള്ളെന്ന് വിളിക്കപ്പെടും, പക്ഷെ അത് കള്ളല്ല. ഉണ്ടാവുമല്ലോ ചില സാധനങ്ങൾ, അത് മത്തുണ്ടാക്കുന്നതല്ല. അതിന്റെ പേരിൽ ഇറാഖിൽ അറിയപ്പെട്ട ഒരു തരം നബീദ് അത് മുഹറമല്ല, ഹറാമല്ല എന്ന് അഅ്മശ് എന്നവരെ ഫത്വ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദേശത്തിലാണ് അഅ്മശ് എന്നവരെ സക്റാൻ, കള്ളുകുടിയൻ എന്ന് ഈ രാജാവ് വിളിക്കുന്നത്. തല പോകുന്ന കേസാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അഅ്മശ് എന്ന മഹാനായ പണ്ഡിതൻ മരിച്ചുപോയിട്ട് ആ മഹാന്റെ ഖബറിടം ഞാൻ കാണുകയാണെങ്കിൽ കത്തിച്ചു കളയും ഒക്കെ പറഞ്ഞ മുസ്ലിം ഭരണാധികാരിയാണ്. അൽ മഹ്ദി എന്ന് പറയുന്ന പിഴച്ചാശയക്കാരനായിരുന്നവര് മുഅ്തസിലികളാണ്. ശരീക്ക് തങ്ങൾ വിട്ടുകൊടുത്തില്ല. മഹാനായ അഅ്മശ് എന്ന പണ്ഡിതനെ നിങ്ങളാരും ചീത്ത പറയരുത്. അഅ്മശ് എന്ന മഹാനെ നിങ്ങൾ ചീത്ത പറയരുത്. ഫഇന്നഹു റജുലുൻ സാലിഹുൻ, അദ്ദേഹം സാലിഹായ ഒരു നല്ല മനുഷ്യനാണ്, നിങ്ങൾ അവരെ കുറ്റം പറയരുത്. അയാളുടെ ഖബർ കത്തിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? മാ കാന യഹൂദിയൻ ഹത്താ തുഹ്രിഖ ഖബറഹ, അദ്ദേഹത്തിന്റെ ഖബറൊക്കെ കത്തിച്ചു കളയാൻ അദ്ദേഹം എന്താ ജൂതനായിരുന്നോ? ഒരു ജൂതന്റെ ഖബർ പോലും അങ്ങനെ ചെയ്യില്ലല്ലോ. എന്നിട്ടാണോ അഅ്മശിന്റെ ഖബർ കത്തിക്കണമെന്ന് രാജാവേ നിങ്ങൾ ഉത്തരവിറക്കുന്നത്? നിബിതങ്ങളുടെ കാലം കഴിഞ്ഞ്, ഖിലാഫത്തിന്റെ കാലം കഴിഞ്ഞ് ഉടനെ വന്ന അബ്ബാസി ഭരണാധികാരികളാണ്. അവർക്ക് ശേഷം അമവികൾ വരുന്നു, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ പോലെയുള്ള നല്ല മഹാന്മാർ. പക്ഷേ ചില ഭരണാധികാരികൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയവരുണ്ട്. അവർക്ക് അല്ലാഹുവിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അല്ലാഹു അവർക്ക് വിധി പറയും. മഹാനായ അഅ്മശ് എന്നവരെ ചീത്ത പറയുമ്പോ മഹാനായ ശരീക്ക് എന്നവർ സിംഹഗർജനത്തോടുകൂടെ വരാൻ, ഒരു പണ്ഡിതനെ നിങ്ങൾ ചീത്ത പറയരുത്. എങ്ങനത്തെ പണ്ഡിതൻ? ലോകത്തെ ഹദീസിന്റെ പ്രസരണം നടത്തിയ മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ഒരു പണ്ഡിതനെ നിങ്ങൾ ചീത്ത പറയുകയോ? ലാ തസുബ്ബ, അവരെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി, അൽ മഹ്ദിയുടെ മുഖത്ത് നോക്കി മഹാനായ ശരീക്ക് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ജൂതനല്ലെങ്കിൽ എന്താ? ഖാന സിന്ദീഖൻ, അദ്ദേഹം നിരീശ്വരവാദിയല്ലേ എന്ന്. നിരീശ്വരവാദിയോ? ആരാ നിരീശ്വരവാദി എന്ന് നിങ്ങൾക്കറിയോ രാജാവേ? ആരാ നിരീശ്വരവാദി? നിരീശ്വരവാദി എന്ന് പറയുന്ന ആള് ഫസിന്ദീഖു യശ്റബുൽ ഖംർ, നിരീശ്വരവാദികൾ കള്ളു കുടിക്കും. കാരണം അവര് ആകെ തിന്മകൾ ചെയ്യാൻ ഒരു തരത്തിൽ ജസ്റ്റിഫിക്കേഷൻ കിട്ടാതെ നടക്കുമ്പോ ആരോടും ഒരു പടച്ചോനോടും നമുക്ക് കടപ്പാടില്ല. വ്യഭിചാരവും അതുപോലെ തന്നെ കള്ളുകുടിയും മദ്യപാനവും ലഹരിയും
ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാം, അതിനാര് മുടക്ക് പറയാൻ എന്ന ന്യായം കൊണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായ യുക്തിവാദികൾ. അവർക്ക് വേണ്ടത് ചെയ്യാം, ആരും പേടിക്കേണ്ട കാര്യമില്ല. അഅ്മശ് എന്നവരെ കുറിച്ച് പറഞ്ഞിട്ട് അഅ്മശ് എന്നവര് സിന്ദീഖൻ, നിരീശ്വരവാദിയാണെന്ന് രാജാവ് പറയുമ്പോൾ ശരീക്ക് എന്നവരെ വിട്ടുകൊടുക്കുന്നില്ല. ആരാ നിരീശ്വരവാദി എന്നറിയോ? യശ്റബുൽ ഖംറ, കള്ള് കുടിക്കുന്ന ആള്, കള്ള് കുടിക്കുന്നവരെ വലാ യഹ്ദുറു സ്വലാത മഅൽ ജമാഅ, ജമാഅത്തായുള്ള നിസ്കാരത്തിന് കൂടാത്ത ആളുകളെ, വയൽഅബു മഅൽ ഖിയാൻ, പാട്ടുപാടുന്ന സംഗീത പരിപാടികൾ നടത്തുന്നവരോടുകൂടെ ഉറക്കമിഴിച്ച് കഴിയുന്ന ആള്, അവരല്ലയോ നിരീശ്വരവാദി? ഈ രാജാവിന് ഈ പണിയൊക്കെയുണ്ട്, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം കേട്ടോ. നിരീശ്വരവാദി അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളാ. പക്ഷെ ഈ രാജാവ് മദ്യപിക്കാറുണ്ട്, വാദ്യമേളങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ജമാഅത്തോടുകൂടെ മുഅ്മിനീങ്ങളോടുകൂടെ നിസ്കരിക്കാത്ത ആളാണ്, ആ ഗുണങ്ങളുള്ള ആളാണ്, ആ ചീത്ത സ്വഭാവങ്ങളുള്ള ആളാണ് സിന്ദീഖ്, അവരാണ് നിരീശ്വരവാദി എന്നല്ലാതെ മഹാനായ അഅ്മശിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകരുത്. എന്നിട്ട് പറഞ്ഞപ്പോ ഇയാൾക്ക് ദേഷ്യം വന്നു. അയാളെയാണ് ഈ തിരുത്തുന്നത്. തിന്മകളുടെ കോട്ടകളിൽ കടന്നു ചെന്നിട്ട് ആ തിന്മകളെ തിരുത്തുന്ന ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയാണ് മഹാനായ ശരീഖ് ഇബ്നു അബ്ദുല്ലാഹി അൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേന്നറിയോ? കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, ഒരു അധർമ്മത്തിനെതിരെ നാവുയർത്തിയാൽ, അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്തിയാൽ തലയങ്ങ് നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്നിടത്ത് ആ ദുർനടപ്പുകാരുടെ മുമ്പിൽ വെച്ച് സത്യം തുറന്നു പറയുന്നത് അവരാണ് യഥാർത്ഥ ധർമ്മസമരം ചെയ്യുന്നവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കടുത്ത പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ്. എന്തിനെന്നറിയോ? വനബ്ലു അഖ്ബാറക്കും, നിങ്ങളുടെ ഈമാനിന്റെ പ്രഭ എത്രയുണ്ടെന്നറിയാൻ. ശരീഖ് എന്നവരുടെ ഈമാൻ, നമ്മുടെ ഈമാൻ നമ്മൾ ഓരോരുത്തരുടേത്. ഇഖ്ബാൽ പാടുന്നുണ്ടല്ലോ, ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, ക്യാ ഫിർ കിസി കോ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട് പരീക്ഷിച്ച പോലെ ആരെങ്കിലും പരീക്ഷിക്കുവാൻ ഇന്നത്തെ ശത്രുക്കൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ച പോലെ നിങ്ങളെ ആരെങ്കിലും തീയിലേക്ക് എറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നുണ്ടോ? ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ. നേരത്തെ നമ്രൂദിന്റെ തീക്കുണ്ഠാരത്തിലേക്ക് എറിയപ്പെടുകയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. തീക്കുണ്ഠാരത്തിലേക്ക് എറിയപ്പെടുക. നമ്മളെ ആരെങ്കിലും അങ്ങനെ പരീക്ഷിക്കുവാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മളെ ആരെങ്കിലും അങ്ങനെ പരീക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ആ വിഷയം. എന്ത് തീയെ ഒന്ന് പേടിപ്പിച്ച നമ്മളൊക്കെ പേടിച്ചു ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്തേ നമ്മൾ ഇങ്ങനെ പേടിയുള്ളവരായി മാറിപ്പോയത്? അല്ലാഹു അലം. ഭീതിയിലാണ്, പേടിയില്ല. ധൈര്യം എവിടെ പോയി? ഈ ഉമ്മത്തിന്റെ ആർജവവും ഊർജ്ജസ്വലതയും എവിടെ പോയി? തിന്മകൾക്കെതിരെ പടപൊരുതേണ്ട ആളുകളെ, തിന്മകളെ നിഷ്കാസനം ചെയ്യാൻ വന്ന ആളുകളാണ് നിങ്ങൾ. ഉമ്മത്തിനെ കുറിച്ച് നബി തങ്ങൾ വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങളാണ് ലോകത്തെ സമുദായങ്ങൾക്ക് മാതൃകയായി വരേണ്ടവർ. നന്മകളെ നന്മയായും തിന്മകളെ തിന്മയായും ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ട ആളുകളാണ് നിങ്ങൾ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹു നമ്മളെ പറ്റി പറഞ്ഞതാ.
നിങ്ങളെ ഞാൻ ലോകത്തിന് മാതൃകയായി പുറത്തെടുത്ത സമുദായമാണ്. എന്തേ നിങ്ങളെ പുറത്തെടുക്കാൻ കാരണം എന്നറിയോ? എന്താ മേക്സ് യു ഡിസ്റ്റിംഗ്വിഷ്ഡ്? നിങ്ങളുടെ സവിശേഷത എന്താണെന്നറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ആളുകളോട് നന്മ ചെയ്യണമെന്ന് പറയുന്നവരാണ്. മനുഷ്യൻ തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാ, പക്ഷെ ദീൻ നമുക്ക് നന്മയാ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വീട്ടുകാര്, ഉപ്പമാര്, ഉമ്മമാര് മക്കൾക്ക്, ജ്യേഷ്ഠൻ അനുജന്, ജ്യേഷ്ഠത്തി അനുജത്തിക്ക്, ഉമ്മമാർ മക്കളോട്, മുതിർന്ന കാരണവന്മാർ യുവാക്കളോട്, ചെറുപ്പക്കാരോട്, പണ്ഡിതന്മാർ, പ്രഭാഷണം നടത്തുന്നവര് ഉമ്മത്തിനോട്, സമുദായത്തോട്, ആലിമീങ്ങൾ അവരുടെ പ്രതിനിധാനം ചെയ്യുന്ന ഭാരവാഹികളോട്, നാട്ടുകാരോട്, ജനങ്ങളോട്, നമ്മുടെ മെഹ്റാബുകളിൽ നിന്ന് നന്മക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാവുകയും വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾ ഉണ്ടാകുമ്പോ തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയുകയും ചെയ്യണം. മദ്യപാനവും ലഹരികളും നമ്മുടെ അങ്ങാടികളെ, നമ്മുടെ കവലകളെ, നമ്മുടെ പിഞ്ചുമക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും ലഹരി ഉപയോഗങ്ങൾ കണ്ടുവരുമ്പോ ഞാൻ എന്തിനാ പറയാൻ പോകുന്നത്, ഞാൻ എന്തിനതിന് ഇറങ്ങി പുറപ്പെടണം? അത് ആരെങ്കിലും ചെയ്തോട്ടെ, അത് പോലീസുകാർ ചെയ്തോട്ടെ, അത് നർക്കോട്ടിക് സെല്ല് നോക്കിക്കോട്ടെ, അത് വേറെ എന്തെങ്കിലും സംഘടനക്കാർ, അത് മുഖ്യമന്ത്രി നോക്കട്ടെ, മന്ത്രിമാര് നോക്കട്ടെ, വിദ്യാഭ്യാസ മന്ത്രി നോക്കട്ടെ. മുഅ്മിനായ മനുഷ്യർ ഓരോരുത്തർക്കും തിന്മകൾ കാണുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനും അതിനെ പ്രതിഷേധിക്കാനും അതിനെ നിഷ്കാസനം ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം അല്ലാഹു വെച്ചിട്ടുണ്ട്. നമ്മൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാണെങ്കിൽ, ഹബീബിന്റെ ഉമ്മത്തികളാണോ, അവിടെ നമ്മൾ ഇടപെട്ടേ പറ്റൂ. അവര് കേട്ടോ ഇല്ല, അത് വേറെ വിഷയം. നമ്മൾ പറയണം, നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. ഒരു ക്യാമ്പയിൻ നടത്തിക്കൂടെ? ലഹരികളാൽ നമ്മുടെ മക്കള് ലഹരികളിലേക്ക് പോവുകയും മദ്യപാനത്തിന് ഒരു ചൂരും നാറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതൊന്നുമില്ല. മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോ എന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല. ഒരു ഹവേലി ഇങ്ങനെ നടക്കണതേ കാണുള്ളൂ. കള്ളുകൂടിയന്മാര് പല 4 കാലിൽ നടക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിന് പണ്ട്. അങ്ങനെയൊന്നുമില്ല. 12, 13, 14 വയസ്സുള്ള കുട്ടികളൊക്കെ നാവിന്റെ അടിയിലും സ്മെല്ല് ചെയ്തിട്ടും സ്മോക്ക് ചെയ്തിട്ടും മണം പിടിച്ചിട്ടും ഗുളികയായിട്ടും മയക്കുമരുന്ന് അടിച്ചിട്ട് നടക്കുകയാണ്. പിന്നെ മതിയാവാതെ വരും, പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ശരീരത്തിന്റെ ഉള്ളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ മരിച്ചു എന്ന് കേൾക്കും ചെറുപ്പക്കാർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ നമുക്കറിയാം അത് ആരാ നടത്തുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം അത് എവിടെന്നാ വരുന്നത്. അതിന്റെ പിന്നാലെ പോയാൽ പണി കിട്ടും. നമ്മുടെ ആലിമീങ്ങളെല്ലാം അങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ഈ ലോകത്ത് നന്മയുടെ പ്രസരണം ലോകത്ത് നടക്കുമായിരുന്നോ? എല്ലാവരും ഇങ്ങനെ പേടിക്കാൻ നിന്നാൽ ആരാണ് ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കുക? ആരാണ് ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കുക? മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം താബിഈങ്ങളുടെ കാലത്ത് വന്ന പ്രഗൽഭനായ താബിഈ, അന്നത്തെ അസ്വദുൽ അനസി എന്ന് പറയുന്ന യമനിലെ ഭരണാധികാരി, നന്മ പറയുന്ന എല്ലാവരെയും, ഇസ്ലാം ദീനിന്റെ പ്രബോധകരായി നടക്കുന്ന സർവ്വ പ്രഭാഷകന്മാരും വാള് പറയുന്നവരും ദീൻ പഠിപ്പിക്കുന്നവരുമായ ആലിമീങ്ങളെ, മുദരിസുമാരെ മുഴുവനും കൊണ്ടുവന്ന് കൂട്ടക്കൊല ചെയ്തിരുന്ന കാലത്ത് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ യമനിലേക്ക്, സൻആയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഹാനായ പണ്ഡിതനെ ചോദ്യം ചെയ്തിട്ട് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും വിട്ടുകൊടുക്കാതെ വന്നതിന്റെ പേരിൽ തീക്കുണ്ടാരമുണ്ടാക്കി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ആലിമുണ്ട്. അതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. അല്ലാഹു തീക്കുണ്ഠാരത്തോട് വിളിച്ചു പറഞ്ഞു, തീയേ, എന്റെ ഇബ്രാഹീമാണ് അങ്ങോട്ട് വരുന്നത്. എന്റെ ഇബ്രാഹീമിന്റെ ഒരു രോമത്തിന് പോലും പോർലേൽക്കാൻ പാടില്ല. ഇബ്രാഹീമിന് തണുപ്പും രക്ഷയുമായി മാറണമെന്ന് അല്ലാഹു തീയിനോട് പറഞ്ഞ പോലെ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ തീയിലേക്ക് എറിഞ്ഞിട്ട് ഒരു രോമം പോലും കരിയാതെ രക്ഷപ്പെട്ട ഇബ്രാഹിം നബിക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ഒരു മഹാനുണ്ടെങ്കിൽ അത് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി നിൽക്കുന്ന കാലത്താണ് സംഭവം. ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. മഹാനവർകൾക്കുണ്ടായ കറാമത്താണത്. തീയിലേക്ക് എറിയപ്പെട്ടിട്ട് ഒരു കുഴപ്പവുമില്ലാതെ എഴുന്നേറ്റ് നടന്നു വന്നു.
ഇതല്ലാഹു നൽകുന്ന മഹാത്ഭുതം, അല്ലാഹു നൽകുന്ന കറാമത്ത്. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി യമനിൽ നിന്ന് ഈ മഹാത്ഭുതം ഉണ്ടായപ്പോൾ നേരെ വന്നത് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്കാണ്, മദീനയിലേക്ക്. അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്തെ പള്ളിയിൽ വന്നപ്പോ فجاء إلى سارية من سواري مسجد رسول الله, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ തൂണുകളിൽപ്പെട്ട ഒരു തൂണിന്റെ മുമ്പിൽ ചെന്ന് അവിടെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. 2 റക്അത്ത്, വീണ്ടും ഒരു 2 റക്അത്ത്. യമനിന്ന് യാത്ര ചെയ്തു വരാൻ അല്ലാഹു തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാത്ഭുതം അറേബ്യയിലൊന്നാകെ, ഹിജാസിലൊന്നാകെ പരക്കുകയാണ്. ഇബ്രാഹിം നബിക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ ഒരാൾക്ക് നടന്നത്രേ. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയുന്നത് ആ മഹാൻ മദീനത്തേക്ക് വന്നിട്ടുണ്ടെന്ന്. നേരെ മദീന പള്ളിയിലേക്ക് ചെന്നു. അവിടെ ഒരു തൂണിന്റെ പിറകിൽ നിന്ന് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് മഹാനായ ഉമർ എന്നവർ ചോദിച്ചു, എന്താ നിങ്ങളുടെ പേര്? അബൂ മുസ്ലിം അൽ ഖൗലാനിയാണോ? അതെ. യമനിന്ന് വരെയല്ലേ? അതെ. എഴുന്നേറ്റ് നിൽക്കോ? ഞാനൊന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചോട്ടെ, ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ, അൽഹംദുലില്ലാഹ്, കാരുണ്യവാനേ നിനക്ക് സ്തുതി. الذي جعل في أمة محمد صلى الله عليه وسلم من فعل به كما فعل بإبراهيم عليه السلام. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അന്ന് നടന്നതുപോലത്തൊരു അനുഭവം ഈ ഉമ്മത്തിലെ ഒരാൾക്ക് നൽകിയ അല്ലാഹുവേ, തീയിന്റെ ചൂട് പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ മാത്രം നീ നിന്റെ അഭൂതപൂർവമായ നിന്റെ ഖുദ്റത്ത് കൊണ്ട് രക്ഷപ്പെടുത്തിയ ഒരു മഹാനുഭാവൻ ഇബ്രാഹിം നബിയെ ഞങ്ങൾ കണ്ടില്ല. പക്ഷേ അതുപോലെ ഒരു അനുഭവം ഉണ്ടായ ഒരു മറ്റൊരു പണ്ഡിതനെ താബിഈങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തന്നവനെ അല്ലാഹുവേ, നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധർമ്മത്തിനെതിരെ പോരാടുകയാണ്, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹു ഉമ്മത്തിന്റെ നേതാക്കന്മാരെ, ആലിമീങ്ങളെ, സാധാരണക്കാരെ, ദീനിന്റെ ഖാദിമീങ്ങളെ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു നോക്കുന്നു. അവരുടെ ഈമാൻ എങ്ങനെയുണ്ടെന്നറിയാൻ മഹാനായ ശരീക് ഇബ്നു അബ്ദുല്ലാഹി അൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കരിക്കാതെ, ജമാഅത്ത് നിസ്കാരങ്ങളിൽ അഹങ്കാരം കൊണ്ട് സംബന്ധിക്കാതെ, മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന, വാദ്യമേളങ്ങളും മ്യൂസിക്കിന്റെയും പിന്നാലെ നടക്കുന്ന ഖലീഫ അൽ മഹദിയോട് ഇങ്ങനെ ചെയ്യുന്ന ആളാണ് സിന്ദീഖ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അമഷ് എന്നവരെ അവരെന്ത് പാപം ചെയ്തു? അമഷ് എന്നവരെ ഹദീസ് കേട്ടു സാലിം മൗലാ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് റളിയല്ലാഹു അൻഹുമാ. ആ സാലിം എന്നവർ കേട്ടു ഹബീബിന്റെ സ്വഹാബി തൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസുകൾ അവർക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടയോ? അതാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ലോകത്ത് പറയണ്ടയോ? അത് പറയുമ്പോ അന്നത്തെ ദുർനടപ്പുകാരായ ഭരണാധികാരികൾക്കെതിരാണ് എന്ന് വരുന്നതിന്റെ പേരിൽ അങ്ങനെ പണ്ഡിതന്മാർ അറുകുല ചെയ്യുന്ന കാലത്താണ് രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ ശരീക് ഇബ്നു അബ്ദുല്ലാഹിൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി സത്യം വിളിച്ചു പറഞ്ഞത്, സത്യം ഉച്ചത്തിൽ പറഞ്ഞത്. മുഅ്മിനെ, ഒരു മുഅ്മിനായ മനുഷ്യന് 2 വിഷയങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, മുഅ്മിനായ മനുഷ്യൻ ഒരു പക്ഷേ പിശുക്കനായി മാറിയേക്കാം, കുഴപ്പമില്ല. മുഅ്മിനായ മനുഷ്യൻ ഒരു പക്ഷേ ധൈര്യമില്ലാത്ത, ജബാൻ എന്ന അറബിയിൽ പറയുന്ന ധൈര്യമില്ലാത്ത ആളായി മാറിയേക്കാം, പ്രശ്നമില്ല. മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും അയാൾ കളവ് പറയുന്നവനോ വഞ്ചന ചെയ്യുന്നവനോ ആവുകയില്ലെന്ന്, ഈ 2 സ്വഭാവവും ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഉണ്ടാവുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് നബി തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ, ഒരു മുഅ്മിനായ മനുഷ്യൻ മോഷണം നടത്തുമോ? ചിലപ്പോൾ ചെയ്തേക്കാം.
മുഅ്മിനായ മനുഷ്യൻ ഹബീബായ നബിയെ പിശുക്ക് കാണിച്ചേക്കുമോ? ഒരു മുഅ്മിനായ ആളിൽ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായേക്കാം. അല്ലാഹ്ക്കത് ഇഷ്ടമല്ലെങ്കിലും മുഅ്മിനായ മനുഷ്യൻ ഹബീബായ നബിയെ മുഅ്മിനായ മനുഷ്യൻ ധൈര്യമില്ലാത്തവനായി മാറുമോ, ജബാനാകുമോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ആവാം. മുഅ്മിനായ മനുഷ്യൻ ഹൽ യകൂനു കദ്ദാബൻ, നുണ പറയുന്ന ആളാകുമോ നബിയേ? ലാ, മുഅ്മിനായ മനുഷ്യന് നുണ പറയാൻ കഴിയില്ല. ആണിനും പെണ്ണിനും നുണ പറയാൻ കഴിയില്ല. ആ നുണ പറയുന്ന ആൾ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അവർ ഈമാനിന്റെ സ്വഭാവമല്ല ആ കാണിക്കുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളു കുടിക്കുകയോ വ്യഭിചരിക്കുകയോ ചെയ്തേക്കാം എന്ന് പോലും ഹദീസിലുണ്ട്. അതൊക്കെ സംഭവിച്ചേക്കാം. ഒരാളുടെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോയി തെറ്റ് സംഭവിച്ചു പോയേക്കാം. അയാൾ തൗബ ചെയ്ത് മടങ്ങിയേക്കാം. പക്ഷേ സ്ഥിരം നുണ പറയാ. മുഅ്മിനായ മനുഷ്യൻ എന്നും സത്യത്തിന്റെ കൂടെയാണ്. മുഅ്മിനായ മനുഷ്യൻ സ്വാദിഖാണ്, സത്യസന്ധനാണ്. അവൻ ഒരിക്കലും നുണ പറയില്ല. നുണ പറയുന്നത് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവത്തിലുമില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സത്യങ്ങൾ അപ്രിയങ്ങളാണ്, ചില സത്യങ്ങൾ കൈപ്പേറിയതാണ്. പക്ഷെ കൈപ്പാണെങ്കിലും സത്യം പറഞ്ഞല്ലേ പറ്റൂ. ഈ ഉമ്മത്തിന്റെ നന്മയിലേക്ക് നയിക്കാൻ പ്രഗത്ഭരായ ഈ ഉമ്മത്തിന്റെ മുൻഗാമികൾ സഹിച്ച ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഒരുപാട് ത്യാഗങ്ങൾ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിലാഫത്തുർ റാഷിദിന് ശേഷം ഒരുപാട് ക്രൂരന്മാരായ ഭരണാധികാരികൾ ഈ ഉമ്മത്തിൽ കടന്നുപോയിട്ടുണ്ട്. സഫാക്കിങ്ങൾ, രക്തം ചൊരിയുന്ന ആളുകൾ, കൊലപാതകം ചെയ്ത ആളുകൾ, 10,000-കണക്കിന് സത്യവിശ്വാസികളെ വെറുതെ കൊന്ന ഭരണാധികാരികളുണ്ട്. പേരിൽ അവരൊക്കെ മുസ്ലിമാ. വഹിസാബുഹും അലല്ലാഹ്, അവരുടെ വിചാരണ അല്ലാഹുവിലേക്കാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ആള്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി എന്ന് പറയുന്ന ആള്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അന്നത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്, മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് എന്ന് പറയുന്ന അല്ലാമ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാൻ, മീം അലിഫ് ഹാ അലിഫ്, മഹാനാണ്. അതൊരു മഹാനായ മനുഷ്യനാണ് ഈ മഹാൻ എന്ന് പറയുന്ന മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വന്ന പരീക്ഷണം എന്താണെന്നറിയോ? നേതൃത്വം ഏറ്റെടുക്കണം എന്നാ പറഞ്ഞത്. നേതാവാകണം, ഖാദിയാകണം, ജഡ്ജാകണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ജഡ്ജായി മാറണം. എന്റെ അധികാരത്തിലെ ജഡ്ജ് നിങ്ങളാവണം. ഏകാധിപത്യ ഭരണമെന്ന വിഷയം എന്താണെന്നറിയോ? ഏകാധിപതികൾക്ക് വേണ്ടി ജഡ്ജിമാർ അവർക്ക് അനുകൂലമായി വിധി പറയാൻ തുടങ്ങും. നമ്മൾ ഒരുപാട് ചരിത്രങ്ങളിലൂടെ കടന്നു പോകുന്നു. തിന്മകളെ നന്മകളെ കൊണ്ട് പ്രതിരോധിക്കേണ്ട സമയമാണ്. പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ പാഠം പഠിക്കേണ്ടവരാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ്, മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, മഹാനെ, നിങ്ങൾ ദീനുള്ള ആളാണ്, വിജ്ഞാനമുള്ള ആളാണ്, നിങ്ങൾ നന്മയുള്ള ആളാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എന്റെ ഭരണാധികാരത്തിന്റെ സുപ്രീം ജഡ്ജായിട്ട് നിയമിക്കാൻ പോവുകയാണ്. മുസ്ലിം ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്, ആ ഒരു സ്ഥാനമൊക്കെ അപേക്ഷിച്ച് ജോലിക്ക് കൊടുത്തിട്ട് കിട്ടുകയല്ല, അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുക, നിങ്ങളത് എടുത്തേക്കണം. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കാണുന്ന പാഠം നോക്കണം. അധികാരികളിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറ്റാനോ അധികാരികളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്ന തരത്തിൽ അവരുടെ പിന്നാലെ പോകുന്ന ഒരു പാരമ്പര്യം ഈ ഉമ്മത്തിലില്ലായിരുന്നു. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറഞ്ഞു, ഞാനോ എന്നെയാണോ നിങ്ങൾ ജഡ്ജാക്കുന്നത്? അതെ, ഞാൻ എങ്ങനെയാണ് ജഡ്ജാകുന്നത്? 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാത്ത എന്നെയോ ഞാൻ ജഡ്ജാവേ? ആരാവിടെ ഈ പറയുന്നത്? മഹാനായ അബൂ സ്വാലിഹ് അൽ മുസബ്ബിഹ് മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഒരു മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി.
എന്നെ പറ്റൂല. അദ്ദേഹം പറയാം ഞാനത് നിൽക്കേണ്ട ആളല്ല. എന്തുകൊണ്ടെന്നറിയോ? ഏകാധിപതികളുടെ ജഡ്ജായി നിന്നാൽ അവര് പറയുന്നതിനനുസരിച്ച് തുള്ളേണ്ടി വരും. അതിലൊരുപാട് ആളുകൾക്ക് ഹക്ക് നഷ്ടപ്പെടും, ഒരുപാട് ആളുകൾക്ക് നീതി നഷ്ടപ്പെടും. ഭരണാധികാരി എന്താ പറയുന്നത് അത് വിധിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരുപാട് നീതി നിഷേധിക്കുന്ന അവസ്ഥ വരും. അതിന് അല്ലാഹുവേ ഞാൻ കാരണക്കാരനാവാൻ പാടില്ല, ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു മഹാനെന്നവർ. അധികാരത്തിന് വേണ്ടി ഓടുന്ന കാലത്താണ് നമ്മൾ ഈ മഹാന്റെ ചരിത്രം പറയുന്നത്. എനിക്ക് വേണ്ട, ഞാൻ 1 മുതൽ 10 വരെ എണ്ണാൻ അറിയാത്ത ആളല്ലേ. ആ നേരം ഹജ്ജാജ് ഇബ്നു യൂസുഫിന് ദേഷ്യം വന്നു. ഹജ്ജാജ് ചീത്ത പറഞ്ഞു, യാ മുറാഇൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന പണ്ഡിത കോലമേ എന്ന് മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി ചീത്ത പറഞ്ഞു ഹജ്ജാജ്. യാ മുറാഇ, മുറാഇ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാൻ നടക്കുന്ന ആള് എന്നതിന്റെ അർത്ഥം. യാ മുറാഇ, അള്ളാഹ്ക്ക് വേണ്ടി ഇഖ്ലാസ് ഇല്ലാതെ ജീവിക്കുന്ന ആളെ. തൊട്ടടുത്തുണ്ട് ദിജ്ല നദി, ടൈഗ്രീസ് നദി, ബഗ്ദാദിലാണ് സംഭവം. ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലമായിരുന്നു വന്ന് ബഗ്ദാദ്. ടൈഗ്രീസ് നദിയുടെ അടുത്ത് മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ നദിക്കരയിലേക്ക് ഓടുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു മുറായിയൻ ഫഅഗ്രിഖ്നി. നിറയെ വെള്ളമൊഴുകുന്ന, 4 ആൾക്ക് ആഴത്തിൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന ദിജ്ല നദിയുടെ ഓരത്ത് വന്ന് നിന്നിട്ട് പറയുകയാണ്, റബ്ബേ ഞാൻ ഈ വെള്ളത്തിലേക്ക് ചാടുകയാണ്. ഞാൻ ദുരഭിമാനിയും ആളുകളെ കാണാൻ വേണ്ടി ചെയ്യുന്ന ആളുമെന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നെ പേര് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു മോശക്കാരനാണെങ്കിൽ ഈ വെള്ളത്തിൽ നീ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ദിജ്ലയിലേക്ക് എടുത്തു ചാടിയ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ആളുകൾക്ക് വിചാരിച്ചു ഒരു മുങ്ങി മരിച്ചിട്ടുണ്ടാവുന്നു. നോക്കുമ്പോ ഫ്ലോട്ടായിട്ട് കിടക്കാൻ, മുങ്ങണില്ല. ചാവുകടലിൽ പോയി കിടന്നിട്ടുണ്ടോ? ചാവുകടലിൽ പോയവരുടെ കൈപൊക്കിയാട്ടെ. ഹോളി ലാൻഡ് ട്രിപ്പിൽ പോയൊരു മാഷാ അല്ലാഹ് 2 ആളുണ്ട് ഇവിടെ, അൽഹംദുലില്ലാ. നീന്താൻ അറിയാത്തവർക്ക് നീന്താൻ പറ്റുന്ന കടല ചാവുകടൽ, ഡെഡ് സീ, അൽ ബഹ്റുൽ മയ്യിത്ത്. ലൂത്ത് നബിന്റെ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചത് ആ സമുദ്രത്തിന്റെ ഓരത്തായിരുന്നു. ഫലസ്തീനിലേക്ക് കടക്കുന്ന ഭാഗമാണ്. കടന്ന താഴില്ല, അത്രയും ഉപ്പ് കൂടുതലാണ്. ഒരിക്കലും താഴില്ല. ഞങ്ങള് പത്രക്കം വായിക്കാം ഇരുന്നിട്ട്, പുസ്തകം വായിക്കുന്നവരുണ്ട്. ഒരു കസാരയിൽ കിടക്കണ പോലെ ഒന്ന് വെറുതെ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. തായില്ല. മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ദിജ്ലയിലേക്ക് ചാടിയിട്ട് വെള്ളത്തിന്റെ സർഫേസിൽ നിന്ന് താഴെ പോയില്ലാണ്, അവിടെ കടന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ഇത് ചരിത്രാതീത കാലത്ത് കഴിഞ്ഞ സംഭവമല്ല, ഈ അടുത്ത കാലങ്ങളാണ്. നിബിതങ്ങളുടെ കാലശേഷമുണ്ടായ സംഭവമാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയ പ്രൗഢമായ സംഭവം. അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി പറയല്ല എന്ന് പറയാം. മഹാൻ എന്നവര് ആ വെള്ളത്തിൽ നടന്നുകൊണ്ട് കരയിലേക്ക് വന്നു. മുങ്ങണ്ടേ? അല്ലാഹുവേ, ഈ ഹജ്ജാജ് പറഞ്ഞ പോലെ ഞാനൊരു മുറായി ആണെങ്കിൽ, മുറായി എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടി അള്ളാഹ്ക്ക് ഇഖ്ലാസില്ലാതെ നടക്കുന്ന ആളാണെങ്കിൽ, പടച്ചവനെ എന്നെ ഈ വെള്ളത്തിൽ അങ്ങ് മുക്കിക്കളയണേ എന്ന് ദുആ ചെയ്ത് ഉറക്കെ പറഞ്ഞിട്ടാ ചാടിയത്. ഇങ്ങനൊന്നും ആരും ചാടാൻ നിൽക്കണ്ട, വിവരം. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചിട്ടുണ്ട്. ഖാലിദ് റളിയല്ലാഹു വിചാരിച്ചു നമ്മൾ കുടിക്കാൻ നിന്നാലേ പണി കിട്ടും. റോമക്കാരായ ഭരണാധികാരിയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു മഹാധൈര്യം കണ്ടിട്ട് ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ ഈമാനിന്റെ പരീക്ഷണമാണ്, കൈപ്പേറിയ അനുഭവങ്ങളാണ്. പക്ഷെ അതിൽ ചില മധുരമുണ്ട്. റോമക്കാർക്കെതിരെ യുദ്ധം നടക്കുമ്പോ റോമൻ ഭരണാധികാരി ഖാലിദ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളും നിസ്കരിക്കുന്നത് കണ്ടു. അല്ലാഹു അക്ബർ. അവ ബേക്കുന്ന മുഅ്മിനീങ്ങൾ അല്ലാഹു അക്ബർ അവർ നിസ്കരിക്കുകയാണ്. ഖാലിദ് എന്നവര് റുകൂഇലേക്ക് പോകുന്നു. മുഅ്മിനീങ്ങൾ 10,000 കണക്കിന് 20,000 വരുന്ന സൈന്യം, അവർ 2 ലക്ഷം വരുന്നവരോട് യുദ്ധം ചെയ്യാനാ വന്നത് അങ്ങോട്ട്.
20,000 ആളുകൾ ഖാലിദ് തങ്ങളുടെ ബാക്കിൽ അല്ലാഹു അക്ബർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ്. 20,000 ആളുകൾ ഒരുമിച്ച്. ഇതൊക്കെ റോമക്കാർ കാണാ, പടച്ചോനെ ഇതെന്താ സൈനിക പരേഡോ, എന്തായി നടക്കുന്നത്? ഇത് മുസ്ലിമീങ്ങളുടെ നിസ്കാരമാണ്. അയാളിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞത്രേ, അല്ലമ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിലാബഹു അൽ അദബ്. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് അർത്ഥം വെക്കാൻ പറ്റൂല. മുഹമ്മദ് നബി തങ്ങളുടെ അനുയായികളെ നബിതങ്ങൾ അച്ചടക്കം പഠിപ്പിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അയാൾ സ്വഹാബികളുടെ പേര് പറയുമ്പോൾ കിലാബഹു എന്ന് പറഞ്ഞു. നായകൾ എന്നാണ് ഇതിന്റെ അർത്ഥം. നബിയുടെ സ്വഹാബികളെ ചീത്ത പറഞ്ഞിട്ടെ മുഹമ്മദ് നബി അവരുടെ അനുയായികൾക്ക് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, അല്ലാഹു അക്ബർ പറയുമ്പോഴേ അവർ അല്ലാഹു അക്ബർ പറയൂ. ഇമാം റുകൂക്ക് പോയിട്ടേ അവർ റുകൂയിലേക്ക് പോകാൻ തുടങ്ങും. ഇമാം സുജൂദിൽ എത്തിയിട്ടേ മഅ്മൂം സുജൂദിലേക്ക് പോകാൻ തുടങ്ങുന്നുള്ളൂ. വല്ലാത്തൊരു അച്ചടക്കം. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാലിദ് എന്നവരോട് വന്നിട്ട് ചോദിച്ചു, അല്ല ഇന്ന റസൂലക്കും യുഅല്ലിമുക്കും കുല്ല ശൈ ഹത്തൽ ഖറാഅ. നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലേ? എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹത്തൽ ഖറാഅ, ടോയ്ലറ്റിലേക്ക് പോകേണ്ടത് എങ്ങനെയെന്ന് പോലും മുഹമ്മദ് നബി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നുണ്ട്. ഇടതുകാല് വെച്ചിട്ടാ കയറേണ്ടത്. കയറുന്നതിന്റെ മുമ്പ് ഒരു ദിക്ർ ചൊല്ലണം. വൃത്തിയാക്കി കഴിഞ്ഞാൽ ദിക്ർ ചൊല്ലണം. പുറത്തേക്ക് വന്നാൽ ദിക്ർ ചൊല്ലണം. ശുദ്ധിയാകുമ്പോൾ ദിക്ർ ചൊല്ലണം. ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഞങ്ങളുടെ നബി പഠിപ്പിക്കുന്നുണ്ട്. അല്ല ഖാലിദേ, നിങ്ങൾ വലിയ ഈമാനുള്ള ആൾക്കാരല്ലേ? നിങ്ങളല്ലേ ഇപ്പൊ നിസ്കരിച്ചത്? നിങ്ങൾ എന്തിനാ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത്? നിങ്ങളുടെ പടച്ചവൻ അങ്ങ് വിചാരിച്ചാൽ ഞങ്ങളെയൊക്കെ തുടച്ചു മാറ്റി നിങ്ങൾക്ക് വിജയം തന്നൂടെ? അത്രക്ക് നിങ്ങൾക്ക് പടച്ചവനിൽ വിശ്വാസമുണ്ടോ? എന്നാൽ ഞങ്ങൾ തരുന്നതൊക്കെ നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചു. കുടിക്കാം. ഞങ്ങൾ വിഷം തരും, നിങ്ങൾ കുടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാം. കൊണ്ടുവരൂ. ഒരു കുപ്പി വിഷം കൊടുത്തു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ വിഷം കണ്ടെടുത്തിട്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു ചൊല്ലി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ നാമം ഉച്ചരിച്ച് കുടിക്കുകയാണ്. നിന്റെ നാമം എവിടെയെല്ലാം ജപിക്കപ്പെടുന്നുവോ ആ ആകാശത്തും ഭൂമിയിലും ഒന്നുമേ നിന്റെ നാമത്തിന് വിരുദ്ധമായി, നിന്റെ നാമത്തിന് എതിരായിട്ട് അവിടെ സംഭവിക്കുകയില്ലല്ലോ, ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഒരൊറ്റ കുടി കുടിച്ചു മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു. ഫമാ ദറഹു ബൽ സാദഹു നശാതൻ. ഒരു കുഴപ്പമുണ്ടായില്ല എന്ന് മാത്രമല്ല, എനർജി കൂടി. വല്ല റെഡ് ബുള്ളൊക്കെ കുടിച്ച പോലെ എന്തെന്നില്ലാത്തൊരു റെഡ് ബുള്ളൊന്നും കുടിക്കാണ്ടല്ലോ, കിഡ്നി പോയി പോകും. പെട്ടെന്ന് അങ്ങ് ഉന്മേഷം വരും. എനർജി ഡ്രിങ്ക് ഒക്കെ കഴിച്ച പോലെ ഖാലിദ് റളിയല്ലാഹു അൻഹു ആവേശം കൊണ്ട് തുള്ളിച്ചാടിയെന്ന. കഴിച്ചത് വിഷാണ്, പക്ഷെ ചൊല്ലിയത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഹദ്ദാദ് റാത്തീബിൽ കാണുന്ന ദിക്റ മുഅ്മിനെ. അതൊക്കെ ചൊല്ലലും അതൊക്കെ ആചരിക്കലും അതൊക്കെ നിത്യം പതിവാക്കലും ഈ ഉമ്മത്തിന്റെ ഒരു രീതിയാണ്. ഇപ്പോഴല്ലേ പുതിയ ആശയക്കാരൊക്കെ വന്നിട്ട് ഒന്നും പാടില്ല, ശിർക്കാണ്, ബിദ്അത്താന്ന് പറഞ്ഞത്. ചൊല്ലിക്കോളൂ. ഹദ്ദാദ് റാത്തീബ് നമ്മുടെ വീടുകളിൽ ചൊല്ലണം. അത് ഹബീബിന്റെ പരിശുദ്ധമായ ഹദീസുകളിൽ നിന്ന് കടഞ്ഞെടുത്ത ദിക്റുകളാണ്. അത് ഈ ദിക്റുണ്ട്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. 3 പ്രാവശ്യം ചൊല്ലുന്നുല്ലേ. യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം. കാരുണ്യവാനേ, സങ്കടങ്ങളും എല്ലാ വിഷമങ്ങളും നീക്കിത്തരുന്നവനെ, ഞങ്ങളുടെ മനോവിഷമങ്ങൾ നീക്കിത്തരേണമേ. ഇതൊക്കെ ചൊല്ലുന്ന വീട്ടിൽ എന്ത് സങ്കടം ഉണ്ടാവാനാ? നമ്മൾ പതിവാക്കണം. ഖാലിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചത് കുടിക്കുകയാണ് ഉണ്ടായത്. ഫമാ ദറഹു ബൽ സാദഹു നശാതൻ. മഹാനായ ഖാലിദ് എന്നവർക്ക് ഉന്മേഷം ഉണ്ടാവുകയാണ് ഉണ്ടായത്. പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മുമ്പിൽ മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി, റബ്ബേ, ഞാനൊരു ദുരഭിമാനിയായ മനുഷ്യനാണെങ്കിൽ അല്ലാഹുവേ ഈ ദിജ്ലയിൽ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ദിജ്ലയിലെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലേക്ക് ചാടുകയും മുങ്ങിത്താഴാതെ ആ വെള്ളത്തിലൂടെ നടന്നു വരാൻ അല്ലാഹു കറാമത്ത് കൊടുത്ത് ആദരിക്കുകയും ചെയ്ത മഹാനായ മഹാൻ അബൂ സ്വാലിഹുൽ മുസബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലം അയാൾ കരയിലേക്ക് വന്നപ്പോ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി ഹജ്ജാജിന്റെ ശിങ്കിടിമാർ. ആ മഹാനുഭാവനെ, ആ മഹാനായ മനുഷ്യനെ ഹജ്ജാജ് കുരിശിൽ തറക്കുകയാണ് ഉണ്ടായത്. അന്ന് കുരിശ് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഉപയോഗിക്കുക. അന്നത്തെ ക്രൂരന്മാരായ ഭരണാധികാരികൾ
രണ്ട് പലക അങ്ങോട്ടും ഇങ്ങോട്ടും കുരിശു പോലെ തറച്ച് മഹാന്മാരായ ആലിമീങ്ങളെ ജീവനോടെ രണ്ട് കൈയും കാലും തലയും പിടിച്ചു കെട്ടി പട്ടിണിക്കിട്ട് കൊന്നുകളയുമായിരുന്നു. മഹാനായ ഈ മനുഷ്യനെ അങ്ങനെ ഹജ്ജാജ് പിടിച്ചു കെട്ടുകയാണ് ഉണ്ടായത്. എന്നിട്ടും പിന്മാറി. എന്തായി ചെയ്യണമെന്നറിയോ? നിങ്ങൾ എന്റെ ജഡ്ജാവണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജഡ്ജാവാൻ പറ്റൂല എന്ന് പറഞ്ഞതിന്റെ പേര്, ഒരു ജോലി തരാം, എനിക്ക് ആ ജോലി വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേര് ശിക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ എന്താ അവസ്ഥ? എന്തുകൊണ്ടാണെന്നറിയോ? ഒരു അന്യായത്തിനെതിരെയും ഒരു ന്യായക്കേടിനെതിരെയും അനീതിക്കെതിരെയും ഒരു അനീതിക്കും ഞാൻ കാരണമാവാൻ പാടില്ല. എന്നെ കൊണ്ടൊരു അനീതി ലോകത്തുണ്ടാകരുത്. ഈ ദുഷ്ടനായ ഭരണാധികാരി എന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ ഞാനെങ്ങാനും ജഡ്ജായി സേവനം ചെയ്യുകയാണെങ്കിൽ അയാൾ കൊല്ലാൻ വിധിക്കുന്നത് ശരിയെന്ന് ഞാൻ പറയേണ്ടി വരും. അന്യായം വിധി പറയേണ്ടി വരും. സത്യം വിളിച്ചു പറയാതിരിക്കുകയും അസത്യം നടപ്പാക്കുകയും ചെയ്യേണ്ടി വരും. അല്ലാഹുവേ, അല്ലാഹുവേ, അതിനേക്കാളും നല്ലത് മരണമാണ്. ഞാൻ മരിക്കാൻ ഒരുക്കമാണ്, എന്നാലും അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ധൈര്യത്തോടുകൂടെ നന്മക്ക് നിലകൊണ്ട മഹാനുഭാവൻ. ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം ഇതാണ്. ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. ശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾ നീതിക്കൊപ്പം നിൽക്കേണ്ടവരാണ്. ولا يجرمنكم شنآن قوم على ألا تعدلوا. ഏതെങ്കിലും ഒരു വിഭാഗത്തോട്, ഏതെങ്കിലും ഒരു മതവിശ്വാസികളോട്, ഏതെങ്കിലും ഒരു രാജ്യക്കാരോട്, ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടായതിന്റെ പേരിൽ നിങ്ങൾ അവരോട് നീതി ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ദേഷ്യമുള്ളവരാ, അവര് നന്മ ചെയ്താൽ നന്മയെന്ന് പറയണം, തിന്മ ചെയ്താൽ തിന്മയെന്നും പറയണം. അവരുടെ നന്മയെ തിന്മയായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യരുത്. നിങ്ങൾക്ക് ദേഷ്യമുള്ളവരാണെങ്കിൽ തന്നെയും നന്മയെ നന്മയായി കാണണം. ശുദ്ധ ഖുർആൻ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. നിങ്ങൾ നീതി പാലിക്കണം. കുടുംബ വഴക്കുകൾ ഉണ്ടാകുമ്പോ, ഭാര്യ വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടുകാര് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ നീതി എന്താണ്, ന്യായം എന്താണ്, അത് നോക്കിയിട്ടേ വിധി പറയാവൂ. ഞങ്ങൾ ജയിക്കണം, ഞങ്ങളുടെ വീട്ടുകാര്, അങ്ങനെ ചിന്തിക്കരുത്. ആരുടെ പക്ഷത്താണോ നീതിയുള്ളത് ആ നീതിയുടെ കൂടെ നിൽക്കാവൂ, ആ നീതിയുടെ കൂടെ നിൽക്കാവൂ. ബൽഖറാർ എന്ന് പറയുന്ന റോമക്കാരനായ ഭരണാധികാരി മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഒരു ചാരനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ആ ചാരൻ വന്നിട്ട് ഈ റോമൻ ഭരണാധികാരിയോട് പറഞ്ഞു കൊടുക്കുന്നു, രാജാവേ, മുസ്ലിമീങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണോ? നമ്മൾ ആരോടായി യുദ്ധം ചെയ്യാൻ പോകുന്നെന്നറിയുമോ? ഷാമിൽ കണ്ട മുസ്ലിമീങ്ങളെ കുറിച്ച് ബൽഖറാറിനോട് ആളുകൾ, അവിടുത്തെ ചാരന്മാർ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അയാളോട്. റോമക്കാരൻ, യൂറോപ്യൻ അയാളോട് പറഞ്ഞു, മുസ്ലിമീങ്ങൾ ആരാന്നറിയോ? റുഹ്ബാനും ബില്ലൈൽ ഫുർസാനും ബിന്നഹാർ. അവര് രാത്രി ഇബാദത്ത് ചെയ്യുന്നവരാണ്, പകലിൽ അവർ യോദ്ധാക്കളാണ്. വലൗ അന്ന ഇബ്ന മലികിഹിം സറഖ ലഖതഉ യദഹു. അവരുടെ സ്വന്തം രാജാവിന്റെ മകനാണ് മോഷണം നടത്തിയതെങ്കിൽ ആ മകന്റെ കൈ അവർ മുറിക്കും. രാജാവിന്റെ മകനാണെന്ന് നോക്കി നിൽക്കില്ല. വലൗ അന്ന ഇബ്ന മലികിഹിം സനാ ലറജമൂ. അവരുടെ രാജാവിന്റെ മകൻ തന്നെയാണ് വ്യഭിചരിച്ചതെങ്കിൽ ആ മകനെ പോലും, രാജകുമാരനെ പോലും അവർ എറിഞ്ഞു കൊല്ലേണ്ട ശിക്ഷയാണെങ്കിൽ അത് നടപ്പാക്കിയിരിക്കും. ഇവരാ മുസ്ലിമീങ്ങൾ. അദ്ദേഹം പറയാ, ഇന്ന ബത്നൽ അർളി ഖൈറും മിൻ ളുഹ്രിഹാ മിൻ ലിഖാഇ ഹൗലാ. ഈ തരത്തിലുള്ള ആളുകളാണ് മുസ്ലിമീങ്ങളെങ്കിൽ അവരോട് പോയി യുദ്ധം ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് മരിച്ചുപോയി കബറിൽ കിടക്കലാണ്. അവരുടെ രാജാവിന്റെ മകൻ മോഷ്ടിച്ചാൽ പോലും അവർ കൈമുറിക്കും. അവിടെ നോട്ടല്ല. നബിയല്ലേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം.